PM നിയാസ് കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് PM നിയാസ്, പാലക്കാട് ഇനി ഇതാ ഇപ്പോൾ ഒരു 5 ദിവസമാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി, ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സമയം ഇനി ഉള്ളത്. ചേലക്കരയിൽ ഇന്നലെ കഴിഞ്ഞു, വയനാട് ഇന്നലെ തെരഞ്ഞെടുപ്പ് അവിടെ കഴിഞ്ഞു. പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ഈ 2 മണ്ഡലങ്ങളിലും ഉണ്ടായിരിക്കുന്നത് എന്നതും നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസിൻ്റെ പാലക്കാടേക്കുള്ള ഒരു മുന്നോട്ട് പോക്കിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ പാലക്കാട് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസ്സിന്. അവിടെ തുടക്കം മുതൽ പ്രതീക്ഷിച്ചതുപോലെയല്ല കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇന്ന് പോലും അവിടെ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നു. മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അവിടെ CPMലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ, അത് കോൺഗ്രസ്സിന് വല്ലാത്ത ഒരു പരിങ്ങലുണ്ടാക്കുന്ന അവസ്ഥയാണ്. പാലക്കാട് മറ്റുള്ള സ്ഥലങ്ങൾ പോലെ അല്ല, കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് എന്നാണോ? നോക്കൂ, ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് കോൺഗ്രസും അല്ലെങ്കിൽ UDFും LDFും തമ്മിലുള്ള വ്യത്യാസമാണ്. അങ്ങ് പറയുന്നത് പാലക്കാട് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടി കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെയാണ്. അതുപോലെ കോൺഗ്രസ്സിൽ നിന്ന് 1-2 പേര് ഇങ്ങനെ പുറത്തു പോകുന്നു. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസ്സിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് ഏത് സമയത്ത് ഇറങ്ങിപ്പോകാം. എത്രയോ പേര് കോൺഗ്രസ്സിൽ നിന്ന് അടുത്ത കാലത്ത് ഇറങ്ങിപ്പോയവരൊക്കെ താങ്കളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ CPMൻ്റെ പാർട്ടിയിൽ LDFിൽ ചേക്കേറി വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു പ്രയാസവും ജനാധിപത്യ പാർട്ടി കൊണ്ട് പറയാറില്ല. ഇപ്പോൾ KP അനിൽകുമാർ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാനായി വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ, ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച് ഒട്ടനവധി ആളുകൾ അവിടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ വരെ മാധ്യമ വിഭാഗത്തിൻ്റെ കൺവീനറായിരുന്ന സരീനാണ് ഒറ്റ സുപ്രഭാതത്തിൽ നമ്മുടെ EP പറയുന്നത് പോലെ നേരം വെളുക്കുമ്പോഴേക്കും കാല് മാറി താങ്കളുടെ പാർട്ടിയിലെത്തി, താങ്കളുടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയാക്കി. എന്നാൽ എൻ്റെ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ ഒരു വനിതാ കൗൺസിലർ, അത് LDFിൻ്റെ ഒരു ഘടകകക്ഷിയുടെ പ്രതിനിധിയായി ജയിച്ച ആളാണ്. ആ ഘടകകക്ഷിയായ അവർ പാർട്ടി മാറി അവർ മറ്റൊരു പാർട്ടിയിൽ മുസ്ലിം ലീഗിൽ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജ്യരാമായണം EP ജയരാജൻ്റെ വാക്കിൽ രാജ്യരാമായണം പോയ സരീനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഒരു തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള നടപടിയും പോയില്ലല്ലോ. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പക്ഷേ ഞങ്ങൾ ചെയ്തതും നിങ്ങൾ ചെയ്തതും എങ്ങനെയാണ്? ഫറൂഖിലെ മുനിസിപ്പൽ ഒരു വനിതാ കൗൺസിലറോട് അവർ ഒരു നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറി. അങ്ങനെ മാറാൻ തീരുമാനമെടുത്തപ്പോൾ അവരെ കായികമായി നേരിടുന്നത് നമ്മൾ കണ്ടു. അവരെ ചെരുപ്പ് മാല അണിയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതൊരു പാർട്ടി മാറിയതാണ്. ഇതുപോലെ ഒരു പാർട്ടി മാറിയപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി കുപ്പായം കൊടുത്ത് അവരെ വീര പരിവേഷം നടത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്ന അതേ പാർട്ടിയിൽ നിന്നും ഒരാൾ മാറിയപ്പോൾ, അല്ലെ ആ മുന്നണിയിൽ നിന്നും ഒരാൾ മാറി മറ്റൊരു പാർട്ടിയിൽ പറയുമ്പോൾ ആ വനിതയെ അവരുടെ വീടെറിഞ്ഞ് തകർത്തു, അവരുടെ വീട്ടിൽ കല്ലെറിഞ്ഞ് അവരുടെ വീടിൻ്റെ ജനൽ ചില്ലകൾ എറിഞ്ഞു തകർത്തു, അവരെ ശാരീരികമായി കൈകാര്യം ചെയ്തു, ചെരുപ്പ് മാല അണിയിച്ചു. അങ്ങനെയെങ്കിൽ ചെരുപ്പ് മാല അണിയിക്കണ്ടേ? നിങ്ങൾ അതേ ഭാഷയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തെങ്കിൽ ഞങ്ങൾ ഒരു മിനിറ്റ് സരിൻ്റെ വീട് ഞങ്ങൾ ആക്രമിക്കണ്ടേ? സരിൻ്റെ വീടിൽ ഞങ്ങൾ കയറി ആ ജനൽ ചില്ലകളൊക്കെ എറിഞ്ഞു പൊട്ടിക്കണ്ടേ? അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നിങ്ങൾ പറഞ്ഞു ഒരു വനിതാ നേതാവ്, ഒരു മഹിളാ കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടു. അവരുടെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലല്ലോ. അവർക്ക് ഒരു ചെരുപ്പുമാലയും നേരിടേണ്ടി വന്നില്ലല്ലോ. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ പാർട്ടിയിലെ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. പിന്നെ അദ്ദേഹത്തിനെ കഴുത്തിന് പിടിച്ച് കെക്കി കൊണ്ടുപോകുന്ന കൃഷ്ണദാസിനെ കണ്ടത്. താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ ലോകത്തിനോട് അവരെ കൊടിച്ചിപ്പക്ഷികൾ എന്ന രീതിയിൽ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. എല്ലിൻ കഷ്ടത്തിന് വേണ്ടി തടി കൊടുക്കുന്ന കൊടിച്ചിപ്പട്ടികൾ എന്ന രീതിയിൽ അവർ പറഞ്ഞു.
അതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമ സംസ്കാരം ഞങ്ങൾക്ക് അങ്ങനെയല്ല തോന്നിയത്. അദ്ദേഹം ഒരു ഉപമ പറഞ്ഞപ്പോൾ ആ ഉപമയെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നിയത് അത് അതിന്റെ ഒരു അലങ്കാരമായി തോന്നി. മലയാളം അതെ ഞാൻ പറയാം ശ്യാമ ഞാൻ പറയാം, നിങ്ങൾക്ക് അത് അലങ്കാരമായി, നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ഫ്രേസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നി. നിങ്ങൾ അങ്ങനെ വിളിച്ചതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടാവും. പക്ഷെ എല്ലാ മാധ്യമപ്രവർത്തകരും അങ്ങനെയല്ല. അവരൊക്കെ അതിൽ അതായിക്കോട്ടെ. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, കോൺഗ്രസിൽ നിന്ന് ഒരാളൊന്നും അല്ലല്ലോ. ഇന്നിപ്പോ പോയ കൃഷ്ണകുമാരി മാത്രമൊന്നും അല്ല, നമുക്ക് അതിനു മുമ്പ് ശശി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ സരിതയുണ്ട്, അതിനു മുമ്പ് പോയ ഷാനിബുണ്ട്, ഒട്ടേറെ ആളുകൾ. സരിന ഏറ്റവും ആദ്യം പോയി പാലക്കാട്, കുറേ ആളുകൾ പോയി. അതിനുശേഷം ഷിഹാബുദ്ദീന്റെ കാര്യം നമുക്കറിയാം, സക്കീർ മറുപടി പറയുന്നത് നിങ്ങൾ ഇതല്ല. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവിടെ പോയിട്ടുണ്ട്. ഇവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസിന്റെ സംഘടനാ ശക്തിയുടെ ഒരു പരിക്ക് കൊണ്ടാണോ, അതിന്റെ കുറവ് കൊണ്ടാണോ സാധിക്കാത്തത്? ഞാനത് പറയട്ടെ സഹോദര, ഞാനത് മറുപടി പറയട്ടെ. അങ്ങ് ഇങ്ങനെ അസ്വസ്ഥമാവല്ലേ? താങ്കളൊരു ചോദ്യം ചോദിച്ചു, ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, ഷാരിബിനെ കഴുത്ത് പിടിച്ച് ഞെക്കി കൊണ്ടുപോകാൻ ഞങ്ങളുടെ പാർട്ടിയിൽ ആരും വരില്ല. ഒരു വനിതാ മഹിളയെ ചെരുപ്പ് മാലയിടുവാൻ ഞങ്ങൾ ആരും വരില്ല. അവരെ വീടാക്രമിക്കാൻ ഞങ്ങൾ ആരും വരില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകും. നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആള് പോയാൽ 51 വെട്ടുവെട്ടിയ ടി പി ചന്ദ്രശേഖരന്റെ ഗതി അവർക്ക് വരുമെന്ന് പേടിയുണ്ടാവും. നിങ്ങളെ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകാത്തത് ടി പി ചന്ദ്രശേഖരന്റെ 51 വെട്ടി പോകേണ്ട ഗതി അവർക്ക് ഉണ്ടാവുന്നത് പേടിച്ചിട്ടാണ്. പക്ഷെ അവരൊരു കാര്യം ചെയ്യും, ഞങ്ങളും നിങ്ങളും തമ്മിൽ വ്യത്യാസം പറഞ്ഞു തരാം. അവരൊരു കാര്യം ചെയ്യും, അവര് ഞങ്ങളുടെ പാർട്ടി പരസ്യമായി പ്രതികരിക്കാൻ പറ്റുന്നതുകൊണ്ട് പരസ്യമായി പ്രതികരിച്ച് പാർട്ടി വിട്ടുപോകും. നിങ്ങളുടെ പാർട്ടി പേടിച്ച് അവിടെ നിൽക്കും. തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയാൽ ആ ബട്ടൺ അമർത്തുമ്പോൾ അരിവാൾ ചുറ്റികൾക്ക് നക്ഷത്രത്തിനല്ല, മറിച്ച് കൈപ്പത്തി വോട്ട് ചെയ്താണ് അവർ പ്രതിഷേധിക്കുക. അതാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണ്ടത്. അതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. ഞങ്ങളുടെ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. അങ്ങിപ്പോൾ പാലക്കാടിനെ കുറിച്ച് വലിയ പ്രതീക്ഷ ഉയർത്തുന്നല്ലോ. എന്തേ അങ്ങ് ഞാൻ സംഘടനാ പ്രവർത്തനം എനിക്ക് അനുവദിച്ചു തന്നത് ചേലക്കരയിലാണ്. ചേലക്കരയെ കുറിച്ച് അങ്ങ് പറയാത്തത് എന്താ? പറയാൻ അങ്ങക്ക് നാവ് പൊന്തില്ല. കാരണം ചേലക്കരയിൽ വരാൻ പോകുന്ന റിസൾട്ട് അങ്ങയുടെ പാർട്ടിക്കെതിരാണ്. 39,400 വോട്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF-നും CPM സ്ഥാനാർത്ഥിക്കും കിട്ടിയ അവിടെ ഇന്ന് തെരഞ്ഞെടുപ്പ് മാറി വരികയാണ്. കാരണം അവിടെ UDF അല്ല കൂടുതലുള്ളത്, CPM ആണ് കൂടുതലുള്ളത്. CPM-കാർ വോട്ട് ചെയ്ത് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ പോവുകയാണ്. നിങ്ങളെ പറഞ്ഞു വരുന്നത് പാലക്കാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അത് നിതിൻ പറയട്ടെ. പക്ഷെ പാലക്കാട് അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, ഈ പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസിനുണ്ടെങ്കിലും ഓരോരുത്തരും ഇങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവരെ കൈപിടിച്ച് അവരെ തോളിൽ കൈയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പോലും കോൺഗ്രസിന് ഒരു ശ്രമിക്കാനുള്ള ആളുകൾ പോലും ഇല്ലാത്ത സംഘടനാപരമായ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും ജയിക്കും താങ്കൾക്കുള്ളത്. നോക്കൂ, ഞങ്ങളുടെ ജനാധിപത്യ ബോധം അത് അനുവദിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് തുറന്നു പറയാം, അവിടെ മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. നിങ്ങൾ കാണികളാണ്. കാണികളുടെ ഭാഗത്തേക്ക്, മൂന്നാം സ്ഥാനത്തുള്ള നിങ്ങളുടെ ഭാഗത്തേക്ക് 1-2 പേർ കൊഴിഞ്ഞു പോയാലും ഞങ്ങളുടെ ജനശക്തി ഒരിക്കലും മാറുന്നില്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരള ചരിത്രത്തിൽ ഇന്ന് വരെ പാലക്കാട് കിട്ടാത്ത ഭൂരിപക്ഷം, ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF-ഉം രാഹുലും അവിടെ ജയിക്കാൻ പോകുന്നത്. താങ്കളുടെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരല്ല, താങ്കൾ മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ കണിച്ചേരി പൊതുപ്രവർത്തകനാണ്. കണിച്ചേരിയോട് ഞാൻ പറയട്ടെ, ഈ ഫ്ലോറിൽ വെച്ച് ഞാൻ വെല്ലുവിളിക്കുന്നു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ പാലക്കാട് കിട്ടാത്ത അത്രയും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുവാൻ പന്തയം വെക്കുവാൻ താങ്കൾ തയ്യാറുണ്ടോ? ഈ ഫ്ലോറിൽ വെച്ച് ഞാൻ ചോദിക്കുന്നു. അങ്ങ് പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് പറയുന്നു. തിരിച്ച് ഞങ്ങൾ പറയുന്നത് കണിച്ചേരി
അങ്ങ് ഈ പന്തയം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യം. ചേലക്കരയുടെ ഞങ്ങൾ വളരെ കാര്യത്തിൽ താങ്കൾ ഈ പന്തയത്തിനുണ്ടോ? ചോദിക്കുന്നത്. ചേലക്കരയുടെ നിങ്ങൾ എത്ര പേര് കാര്യത്തിൽ പാർട്ടിയിൽ നിന്ന് താങ്കൾ ഈ വിട്ടുപോയി എന്ന് പന്തയത്തിനുണ്ടോ? പ്രചരണം നടത്തിയാലും ചേലക്കരയുടെ കാര്യത്തിലും താങ്കൾ ഈ പന്തയത്തിനുണ്ടോ? നമുക്ക് ഒരുമിച്ച് അങ്ങ് ഞാനുണ്ട്. ഞാൻ 100% പറയാം. ചേലക്കരയിൽ ഞങ്ങൾ ജയിക്കും. താങ്കൾ മാധ്യമപ്രവർത്തനം നിർത്തുവോ? ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താം. എന്തിനാണ് താങ്കൾ മാധ്യമപ്രവർത്തനം ഇവിടെ എത്രയോ മാധ്യമപ്രവർത്തകരിൽ ഏറ്റവും നന്നായി ചെയ്യുന്ന ആളാണ്. താങ്കൾ മാധ്യമപ്രവർത്തനം നിർത്തുവോ? ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താം. എന്റെ ആരും മത്സരിക്കുന്നില്ലല്ലോ. ഞാൻ താങ്കളോട് ചോദിക്കും. താങ്കൾ ചോദിച്ചോണ്ടാണ് ചോദിച്ചത്. താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാനും താങ്കളും തമ്മിൽ പന്തയം വെക്കാൻ തയ്യാറാണ്. ഞാൻ ഇത്രയും കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാം. താങ്കൾ താങ്കളുടെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ? പന്തയം വെക്കുന്നുണ്ടോ? ചേലക്കരയിലും ജയിച്ചില്ലെങ്കിൽ താങ്കൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ കേക്ക് പന്തയം ഒന്നാമത്തെ പന്തയം ഞാൻ വെച്ചല്ലോ. കണിച്ചേരി മറുപടി പറയട്ടെ. അടുത്ത പന്തയത്തിലേക്ക് ഞാൻ വരാം. താങ്കളോട് ഒന്നാമത്തെ പന്തയം ഞാൻ വെച്ചു. താങ്കൾ അതിന് മറുപടി പറയാം. അതിലാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ പന്തയത്തിലേക്ക് വരാം. പാലക്കാടിന്റെ കാര്യം ഞാൻ ചോദിക്കാം നിന്നോട്. ചേലക്കരയുടെ കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് കാര്യം? ഞാനല്ലേ പ്രപ്പോസ് ചെയ്തത്.